നമസ്കാരം. 2020 ലോകകപ്പിൻ്റെ ഒന്നാമത്തെ സെമിഫൈനൽ ഇന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിലാണ് ഒന്നാമത്തെ സെമിഫൈനൽ. നമുക്കറിയാം, ഈ ടൂർണമെൻറ്റിലുടനീളം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഏറ്റവും സമതുലിതമായ ടീമുമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക സെമിഫൈനലിലെത്തുന്നത്. എന്നാൽ ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഗെയിം അവർ കാഴ്ചവെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മിക്ക കളികളും തട്ടിമുട്ടിയാണ് ജയിച്ചു വന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ഗ്രൂപ്പ് മത്സരം, സൂപ്പർ 8 മത്സരത്തിൽ മിച്ചൽ സാൻഡർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം കൊണ്ട് മാത്രമാണ് ആ കളി അവർക്ക് വിജയിക്കാനായത്. പിന്നീട് ബൗളർമാർ അവരെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ പോലും വ്യക്തമായൊരു മേധാവിത്വം അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുകയുണ്ടായിട്ടില്ല. എന്താണെങ്കിലും ശരി, ഇന്ന് നടക്കുന്ന ഈ സെമിഫൈനൽ മത്സരത്തെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ശരിക്കും സൗത്ത് ആഫ്രിക്കയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. നമുക്കറിയാം, 2024 റണ്ണറപ്പാണ് സൗത്ത് ആഫ്രിക്ക. ഇപ്പോൾ ഈ ലോകകപ്പിൽ ഇതുവരെ അപരാജിതരായി മുന്നേറുന്ന ഏക ടീമും സൗത്ത് ആഫ്രിക്ക തന്നെയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും മികച്ച കരുത്ത് എന്ന് പറയുന്നത് ഓൾറൗണ്ട് പ്രകടനമാണ്. അവരുടെ ക്യാപ്റ്റൻ എയ്തൻ മാക്രം ആണെങ്കിലും ലുങ്കി എൻഡിഗി ആണെങ്കിലും അതുപോലെ തന്നെ മാർക്കോ യാൻസൺ ആണെങ്കിലും എല്ലാവരും മികച്ച ഫോമിൽ മുന്നേറുന്നു. അവസരത്തിനൊത്ത് ഉയരാൻ കില്ലർ മില്ലർ എന്ന് വിശേഷിപ്പിക്കുന്ന ഡേവിഡ് മില്ലർ, ഈ ഡേവിഡ് മില്ലർ ഒറ്റ ഒരാളാണ് ഇന്ത്യക്കെതിരായ കളി വിജയം കൊണ്ടുവന്നത്. ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന കളിയാണ് മില്ലർ ഒറ്റയ്ക്ക്. അത് പലപ്പോഴും അങ്ങനെയാണ്. ഇന്ത്യക്കെതിരെ ഏറ്റവും മനോഹരമായിട്ട് കളിക്കുന്ന രണ്ട് ബാറ്റ്സ്മാൻമാരാണ്, ഒന്ന് ക്വിൻ്റൺ ഡിക്കോക്കും മറ്റൊന്ന് ഡേവിഡ് മില്ലറും. ഇന്ത്യ കളിച്ചിട്ടുള്ള T20 ആണെങ്കിലും ഏകദിന മത്സരങ്ങളാണെങ്കിലും നമുക്ക് നോക്കിയാൽ അറിയാം, മിക്കവാറും എല്ലാ കളിയിലും ഇന്ത്യയെ നശിപ്പിച്ചിട്ടുള്ളത് ഇവരുടെ ഈ ബാറ്റിംഗ് കൊണ്ടാണ്. ഇവരെ പിടിച്ചു കെട്ടാൻ മിക്കപ്പോഴും ഇന്ത്യയുടെ ബൗളേഴ്സിന് കഴിയാറില്ല. സൗത്ത് ആഫ്രിക്ക സത്യത്തിൽ ആകെ വെല്ലുവിളി നേരിട്ട ഒറ്റ മത്സരം 2 സൂപ്പർ ഓവർ നടന്ന അഫ്ഗാനിസ്ഥാനെതിരായ മത്സരമാണ്. അഫ്ഗാൻ്റെ മുന്നിൽ മാത്രമാണ് സൗത്ത് ആഫ്രിക്ക സത്യത്തിൽ ഒന്ന് വിയർത്തത്. അഫ്ഗാൻ ആണെങ്കിൽ നമുക്കറിയാം, കളിയിലെ പ്രാഥമിക റൗണ്ടിൽ തന്നെ അഫ്ഗാൻ പുറത്തായി. പക്ഷേ മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. ഡബിൾ സൂപ്പർ ഓവർ നടന്നു. ആ ഡബിൾ സൂപ്പർ ഓവറിൽ രണ്ടാമത്തെ സൂപ്പർ ഓവർ മത്സരത്തിലാണ് അഫ്ഗാനെതിരെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്ത്യക്കെതിരായ കളിയിൽ ഏറ്റവും ആധികാരികമായിട്ടാണ് അവർ വിജയിച്ചത്. സൂപ്പർ 8 മത്സരത്തിൽ ആ ഒരൊറ്റ തോൽവിയോടെ ഇന്ത്യയുടെ സെമിഫൈനൽ പ്രതീക്ഷ പോലും തുലാസിലായ ഒരു മത്സരമാണ്. പിന്നീട് വെസ്റ്റ് ഇൻഡീസിനെ അടിച്ച് തകർത്ത് വെറും 9 വിക്കറ്റിന് അടിച്ച് തകർത്തതോടെയാണ് ഇന്ത്യക്ക് സെമിഫൈനൽ മത്സരത്തിൽ ഒരു പ്രതീക്ഷ കൈവന്നത്. ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ശരിക്കും വളരെയധികം മുൻതൂക്കം സൗത്ത് ആഫ്രിക്കയ്ക്കാണ്. കിവീസിൻ്റെ ഇതുവരെയുള്ള പ്രകടനം വെച്ച് നോക്കിയാൽ ടിം സീഫർട്ട് എന്ന് പറയുന്ന ഓപ്പണർ മാത്രമാണ് ബാറ്റിങ്ങിൽ സ്ഥിരത പുലർത്തിയിട്ടുള്ളത്. രജിൻ രവീന്ദ്ര കഴിഞ്ഞ ഏകദിന ലോകകപ്പിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. പിന്നീട് ചെന്നൈ സൂപ്പർ കിങ്സിലൂടെ IPL അരങ്ങേറി. അദ്ദേഹം വളരെ മികച്ച ഒരു കളിക്കാരനാണ്, മികച്ച ഒരു ഓൾറൗണ്ടർ എന്ന് തന്നെ പറയാം. ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്. എന്നാൽ രജിൻ രവീന്ദ്രയ്ക്ക് ഇതുവരെ താളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ മിച്ചൽ സാൻഡറിൻ്റെ ഒറ്റ പ്രകടനം, അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്നത്. ഏറ്റവും മധ്യനിരയിൽ കരുത്തായി വരുന്നത് ക്യാപ്റ്റൻ്റെ ഈ പ്രകടനം തന്നെയാണ്. ഡാരിൽ മിച്ചലിനൊന്നും പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഒന്നുള്ളത് ഗ്ലെൻ ഫിലിപ്സ് ആണ്. ഗ്ലെൻ ഫിലിപ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനോഹരമായി ഓഫ് സ്പിൻ എറിയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ റൺസ് തടയുന്നയാളാണ്. അവിശ്വസനീയമായ ക്യാച്ചുകളാണ്. ഒരു 10% പോലും പ്രതീക്ഷയില്ലാത്ത ക്യാച്ചുകൾ, അത് 100% പൂർണ്ണതയോടെ കൈപ്പിടിയിൽ ഒതുക്കി. നമുക്കറിയാം, കിവി എന്ന് പറയുമ്പോൾ പറക്കാത്ത പക്ഷിയാണ്, പക്ഷേ പറക്കുന്ന ഒരു പക്ഷിയാണ് ഫീൽഡിൽ ഗ്ലെൻ ഫിലിപ്സ് എന്ന് പറയുന്നത്. പിന്നെ അവർ ബാറ്റിംഗ് നിരയിൽ നമുക്ക് കാര്യമായിട്ട് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു പ്രകടനം പിന്നീട് അധികം വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഘടകങ്ങളെല്ലാം ഒത്തിണങ്ങി വന്നെങ്കിൽ മാത്രമേ ന്യൂസിലാൻഡിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് ഫൈനലിലേക്ക് കടക്കാൻ കഴിയൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സൗത്ത് ആഫ്രിക്ക തന്നെയാണ് ഫേവറേറ്റുകൾ. കാരണം അവരുടെ ഓപ്പണിംഗ്, ക്വിൻ്റൺ ഡിക്കോക്കും എയ്ഡൻ മാർക്രമും ചേർന്നുള്ള ഓപ്പണിംഗ് സഖ്യം, അതിനുശേഷം വരുന്ന റിക്കിൾട്ടൺ, അതുപോലെ ഡിവാൾഡ് ബ്രവിസ്, ഇവരെല്ലാം മികച്ച ഫോമിൽ നിൽക്കുന്നു. അവരുടെ ബൗളിംഗ് നിരയാകട്ടെ അതിനേക്കാൾ ഫോമിലാണ്. അവരുടെ എല്ലാ പ്ലെയേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണ്. ആരെ പുറത്തിരുത്തും, ആരെ അകത്ത് കയറ്റും, അവസാന 11 എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്കൊരു സംശയം വരാം. കാരണം എല്ലാ പ്ലെയേഴ്സും ഒരുപോലെ കളിക്കുന്ന പ്ലെയേഴ്സാണ്.
അതുപോലെ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. സ്പിന്നിനാണ് പ്രാമുഖ്യം ലഭിക്കുക. സ്പിൻ വിക്കറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ പോലും റണ്ണെഴുകാനുള്ള സാധ്യതയുണ്ട്. രാത്രിയിൽ മഞ്ഞുവീഴ്ച ഉള്ളതിനാൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനായിരിക്കും മുൻതൂക്കമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ടോസ് കിട്ടുന്ന ടീം ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. എന്തായാലും ഈ ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ ആവേശ മത്സരങ്ങളിൽ ഒന്ന് തന്നെയായിട്ട് ഇന്ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന മത്സരം മാറും. നമ്മൾ അല്ലാതെ ഇവരുടെ T20 ഇരു രാജ്യങ്ങളും തമ്മിൽ 19 മാച്ചുകളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 12 സൗത്ത് ആഫ്രിക്ക ജയിക്കുകയും 7 ന്യൂസിലാൻഡ് ജയിക്കുകയും ചെയ്തു. ഇപ്പോൾ അവസാനം നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ അതിലും ന്യൂസിലാൻഡിന് പരാജയമാണ് ഉണ്ടായത്. സൗത്ത് ആഫ്രിക്കയാണ് ജയിച്ചത്. പക്ഷേ സമീപകാലത്ത് നടന്ന ഏറ്റവും ഒടുവിലായി നടന്ന 5 കളികളിൽ 3 ന്യൂസിലൻഡാണ് ജയിച്ചിരിക്കുന്നത്. 2 സൗത്ത് ആഫ്രിക്കയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. കണക്കിലെ കളികളൊക്കെ മാറ്റിവെച്ച് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് പ്രവചനാതീതമാണ്. ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ മാറിമറിയുന്ന കളിയാണ്. എന്നിരുന്നാൽ പോലും സൗത്ത് ആഫ്രിക്കയ്ക്കാണ് മുൻതൂക്കം എന്ന് വെച്ച് ന്യൂസിലൻഡിനെ നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. ഏത് ദിവസം വേണമെങ്കിലും തിരിച്ചു വന്ന് അവരുടേതായ രീതിയിൽ അവരുടെ കളികൾ കളിച്ച് അവരുടെ സ്വന്തം ഗെയിം എടുത്തുകൊണ്ട് വളരെ മികച്ച പ്രകടനത്തിലൂടെ നമുക്കറിയാം മുമ്പ് നടന്നിട്ടുള്ള പല ICC ചാമ്പ്യൻഷിപ്പുകളുടെയും ഫൈനലിലേക്ക് ന്യൂസിലൻഡ് എത്തിയതിൻ്റെ ചരിത്രം വളരെ പതുക്കത്തിൽ തുടങ്ങി വളരെ പതിയെ താളം കണ്ടെത്തി അവർ ഫൈനലിലേക്ക് കുതിച്ചു പോയുന്ന കാഴ്ചകൾ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു ടീമാണ്. മിക്കപ്പോഴും അവർ കപ്പിനും ചുണ്ടിനിടയിൽ അവർക്ക് ICC ടൂർണമെൻറ്റുകളിൽ കപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ച കാണാറുണ്ട്. പക്ഷേ ഇത്തവണ എന്തൊക്കെയാണെങ്കിലും വീണ്ടും തുടർച്ചയായ ഒരു 2ാം ഫൈനലിന് ഒരുങ്ങുകയാണ് സൗത്ത് ആഫ്രിക്ക. നമുക്കെന്തായാലും ഇന്ന് രാത്രി 7 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന ആ ആദ്യ സെമി ഫൈനലിലേക്ക് ആവേശത്തോടെ കാത്തിരിക്കാം.